തന്നെ ഏറ്റവും ആഴവും നീളമുള്ള ഗുഹകളിൽ പലതും മേഘാലയയിലാണുള്ളത്. ഏതാണ്ട് 1500ഓളം ഗുഹകൾ മേഘാലയയിലുണ്ടെന്നാണ് കണക്ക്. ഇതിൽ 980 എണ്ണം മനുഷ്യർ പര്യവേഷണം നടത്തിയിട്ടുള്ളവയാണ്. ഇക്കൂട്ടത്തിലൊന്നാണ് മൗസ്മായി ഗുഹ. നാട്ടുകാർ ക്രം മൗസ്മായി എന്ന് വിളിക്കുന്ന ഈ ഗുഹ കാട്ടിനുള്ളിലാണുള്ളത്. മരങ്ങൾ തിങ്ങി നിറഞ്ഞ വനത്തിലൂടെ പക്ഷികളുടെ ശബ്ദങ്ങളും കേട്ടുകളുടെ നടത്തം തന്നെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒന്നാണ്. വലിയ ബുദ്ധിമുട്ടില്ലാതെ ട്രക്കിങ്ങിനൊടുവിൽ മൗസ്മായിലേക്ക് എത്തിച്ചേരാനാകും. മഴയുടെ പേരിൽ പേരുകേട്ട ചിറാപുഞ്ചിയിലെ പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് മൗസ്മായി ഗുഹ. ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹയായ ക്രം ലിയാദ് പ്രാഹുവുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറുതാണിത്. എങ്കിലും ഇന്ത്യയിലെ നീളം കൂടിയ ഗുഹകളുടെ പട്ടികയിൽ മൗസ്മായി മുന്നിലുണ്ട്. ഇന്ത്യയിൽ നീളം കൂടുതലുള്ള ഗുഹകളിൽ 10 എണ്ണവും മേഘാലയയിലാണുള്ളത്. ചുണ്ണാമ്പ് കല്ലുകൾക്കിടയിലൂടെ 10,000 വർഷങ്ങളോളം വെള്ളമൊഴുകിയാണ് ഇതിൽ പലതും രൂപപ്പെടുന്നത്. മനുഷ്യർക്ക് നടന്നു പോകുവാനും മാത്രം വലിപ്പമുള്ള നിരവധി ഗുഹകൾ ഇവിടെയുണ്ട്. വലിയൊരു പ്രവേശന ദ്വാരമാണെങ്കിലും ഗുഹയുടെ പല ഭാഗങ്ങളും ഇടുങ്ങിയതാണ്. ചില പ്രദേശങ്ങളിലൂടെ നിരങ്ങി നീങ്ങിയാൽ മാത്രമേ മുൻപോട്ട് പോകാനാകൂ. 180 മീറ്റർ പ്രദേശം മാത്രമേ സഞ്ചാരികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഗുഹയുടെ ഭാഗങ്ങളിലേക്ക് പ്രവേശനം സുരക്ഷാ കാരണങ്ങൾ നിഷേധിച്ചിരിക്കുകയാണ്. ഫോസിലുകൾക്കും പ്രസിദ്ധമാണ് മൗസ്മായി ഗുഹ. അങ്ങ് മലമുകളിൽ സമുദ്രജീവികളെ അധികമാരും പ്രതീക്ഷിക്കില്ല. എന്നാൽ സമുദ്രജീവികളുടെ ഫോസിലുകൾ ഈ ഗുഹകളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഗുഹയുടെ ചുവരുകളിലും തറയിലുമെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്കും ഫോസിലുകളുടെ സാന്നിധ്യം കണ്ടെത്താനായേക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.